എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, 2019 എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് പലരുടെയും ചോദ്യങ്ങൾ. 2019 വീഡിയോ ചെയ്യുന്നതിൽ സക്സസ് ആയിട്ട് മുന്നിലേക്ക് പോകുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പരിചയപ്പെടുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, കാരണം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി കുറച്ച് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന മേ ബി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ഇതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ എന്ത് തരം വീഡിയോകളിലാണ് കൂടുതലായിട്ടും വീഡിയോ കാണാനായിട്ട് താല്പര്യപ്പെടുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു 5 യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളിൽ സക്സസ് ആയിട്ട് മുന്നിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. നല്ല നല്ല യൂട്യൂബ് ചാനലുകൾ, ജയരാജ് ഉണ്ട്, രതീഷ് ശർമ്മേനുണ്ട്, ഇബാദ് റഹ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ സുജിത് ഭക്തനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ നമുക്ക് പോപ്പുലറായിട്ട് അറിയാവുന്ന ആളുകളാണ്. പക്ഷേ പുതിയതായി കയറി വരുന്ന ക്രിയേറ്റീവ് ഐഡിയയോട് കൂടി കയറി വരുന്ന കുറച്ച് വ്യക്തികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അവരുടെ ചാനൽ റൈസ് ആവുന്നതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി ന്യൂസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5 യൂട്യൂബേഴ്സിനെയാണ്. ഈ 5 യൂട്യൂബേഴ്സിൽ 5ാമത്തെ സ്ഥാനത്തിൽ ഞാൻ കണ്ടെത്തി ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങളുടെ ഡൗട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ചാനലുകളും കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. 5th പൊസിഷൻ എന്തായാലും അച്ചീവ് ചെയ്യുന്നത് സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. മിസ്റ്റർ റാസിൽ കോഴിക്കോട് എന്നുള്ള വ്യക്തിയാണ്. റാസിൽ 5 വർഷമായിട്ട് ബാംഗ്ലൂരായിട്ട് താമസിക്കുന്നതും ജോലിയും ഒക്കെ എന്ന് പറയുന്നുണ്ട് റാസിലിൻ്റെ വീഡിയോയിൽ തന്നെ. റാസിലിൻ്റെ വീഡിയോയുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് 5th പൊസിഷനിൽ അച്ചീവ് ചെയ്യുന്നത്. റാസിലിൻ്റെ ചാനൽ നിങ്ങൾക്കിപ്പോൾ കാണാം. റാസിലിൻ്റെ ചാനലിൻ്റെ ക്രിയേറ്റിവിറ്റി മറ്റൊന്നുമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള പ്രോഡക്റ്റ്സ് എത്തുന്നത്, അത് എത്രത്തോളം വിലക്കിഴിവിൽ കിട്ടുന്നുണ്ട്, ബാംഗ്ലൂരിൽ എത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഷോപ്പിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ റാസിലിൻ്റെ ജോലിയോടൊപ്പം തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ട്രാവൽ വീഡിയോ തന്നെയാണ് റാസിൽ ചെയ്യുന്നത്. പക്ഷേ ആ ട്രാവൽ വീഡിയോയിൽ എന്നും എല്ലാവരും ഹോട്ടലും റെസ്റ്റോറൻറ്റ്സും ഒക്കെ പരിചയപ്പെടുന്നതിന് പകരം റാസിൽ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ നിർമ്മിച്ചു നൽകി. അതുകൊണ്ട് തന്നെ റാസിൻ്റെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് റാസിൽ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. എന്തായാലും റാസിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അതുപോലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഗൾഫിലുള്ളവരുണ്ടാകാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബാംഗ്ലൂരുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്കും ഇതുപോലെ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. 4ാം സ്ഥാനം അച്ചീവ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ലേഡീസ് ബ്യൂട്ടി ചാനലുകളുടെ ഇടയിൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തു വന്നൊരു ചാനലാണ്. ഞാൻ ഈ ചാനൽ എനിക്ക് തുടക്കം മുതൽ അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 4 lakh സംതിങ് ആണ്. ഈ ചാനലിൻ്റെ പേര് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്നാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. എൻ്റെ ചാനൽ അറിയാത്ത ആളുകൾക്ക് പോലും ഒരുപാട് ലേഡീസിനൊക്കെ അറിയാവുന്ന ചാനലുകളായിരിക്കും സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി. ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. ഉണ്ണിമായുടെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ഇവിടെയും ഉണ്ണിമായയും ഉപയോഗിച്ചിരിക്കുന്നത് എന്നും എല്ലാവരും പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനെ റിവ്യൂ ചെയ്യുകയും അത് കുറച്ചും കൂടെ നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യുകയൊക്കെയാണ് ഉണ്ണിമായുടെ ചാനലിൽ ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റേഷനോടൊപ്പം തന്നെ യൂട്യൂബിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കീവേഡുകൾ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലുള്ള എല്ലാ കാര്യങ്ങൾ, തംബ്നെയിലിൽ എഴുതേണ്ട കാര്യങ്ങൾ, തംബ്നെയിൽ എത്ര അട്രാക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ണിമായ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണിമയുടെ ചാനൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തു വന്നത്. ഉണ്ണിമയുടെ ചാനലാണ് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഉണ്ണിമയുടെ ചാനൽ പോലെ ഒരു ചാനൽ, ഒരുപാട് ചാനലുകൾ വേറെ, ആസ്പി മലയാളം അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഷ് വിത്ത് ആഷ്, അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചാനലുകളും എല്ലാം ഇതുപോലെ തന്നെ അവരവരുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ സ്വന്തമായി അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വീഡിയോസും കണ്ടൻസുമാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചാനൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ ടൂൾസാണ് ഇതിന് വേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പ്രസന്റ് ചെയ്താൽ നമ്മുടെ ചാനൽ അത്ര എളുപ്പം ഗ്രോ ചെയ്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് മുന്നിലുണ്ടാവുക ഇവരൊക്കെ തന്നെയായിരിക്കും. അപ്പം ഇവരെക്കാട്ടിലും നല്ല രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമെന്ന് വേണം എപ്പോഴും ചിന്തിക്കാൻ. സോ
ഈ ബ്യൂട്ടി ചാനൽ തുടങ്ങണമെന്നുള്ളവരും ഇതുപോലെയുള്ള ചാനലുകൾ റെഫർ ചെയ്യുക. ഇവരുപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. 3-ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ യൂട്യൂബിലുള്ളതാണ് അദ്ദേഹം ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ് കൊച്ചിയിൽ. ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനലാണ്. ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന മിസ്റ്റർ ഫിറോസ് ചുറ്റിപ്പാറയാണ്. എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയത്തില്ല. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിനും അഭിനന്ദനങ്ങൾ. ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചിലപ്പോൾ കമന്റിൽ പറയാം ഇത് മറ്റേ അവരുടെ കോപ്പി ആയിരിക്കാം, ഇവരുടെ കോപ്പിയാണ് എന്നുള്ളതൊക്കെ. മീൻസ് വില്ലേജ് ഫുഡ് ഫാക്ടറി എന്ന് പറയുന്ന ചാനൽ, ഗ്രാൻഡ് മാസ് കിച്ചൺ എന്ന് പറയുന്ന ചാനൽ, ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നുള്ളൊരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നതിലും അത് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നതിലും അത് തങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കി അവരിലേക്ക് ആ വീഡിയോയെ എത്തിക്കുന്നതിനുമാണ് കാര്യം. അങ്ങനെയുള്ള കാര്യത്തിലാണ് ഫിറോസ് ചുറ്റിപ്പാറ ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനലിനോട് സാധിച്ചിരിക്കുന്നത്. ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6 ലക്ഷം 7 ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് യൂട്യൂബ് ചാനലുകളിൽ ഒന്നാണ് ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനൽ. തീർച്ചയായിട്ടും ക്രാഫ്റ്റ്സ് മീഡിയ എന്ന് പറയുന്ന ചാനലിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതുപോലെയുള്ള കുക്കറി വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. പുറത്ത് വീടിനകത്തിരുന്നുള്ള കുക്കിംഗ് ചാനലുകളെക്കാട്ടിലും കൂടുതൽ അവർ ഇതുപോലെയുള്ള കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നു. വില്ലേജ് ഫുഡ് ഫാക്ടറി എന്ന് പറയുന്ന ചാനലിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഫിറോസ് ചുറ്റിപ്പാറയും ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫിറോസ് ചുറ്റിപ്പാറയാണ്, അല്ലേ? ഫിറോസിന്റെ ചാനലല്ലേ. മറ്റത് അവരുടെ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫിറോസിന്റെ കണ്ടന്റ് ആണ്. രണ്ടും ജനങ്ങൾ സ്വീകരിക്കുന്നു. അത് കണ്ടത് തമിഴനാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നത് മലയാളികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് കുക്കറി ചെയ്യാൻ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചെയ്യാനുള്ളൊരു ഗട്ട്സും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പലർക്കും തോന്നുന്നു എനിക്കത് സാധിക്കുമോ എനിക്കത് സാധിക്കത്തില്ലയോ എന്നുള്ളത്. നമ്മളൊരു 5 വീഡിയോ 10 വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കുക. ആദ്യത്തെ വീഡിയോക്കാരിലും 10ാമത്തെ വീഡിയോ ഒരുപാട് നന്നായിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോകുന്നതോറും നമ്മളുടെ ഓരോ വീഡിയോയിലും നമ്മുടെ പ്രസൻറ്റേഷനും നമ്മുടെ കഴിവുകളും ഒക്കെ കൂടി വരും. അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ചാനൽ ചെയ്യുക. ഫിറോസ് ചുറ്റിപ്പാറയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം. 2ാം സ്ഥാനം അച്ചീവ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചാനലായ കരിക്കാണ്. കരിക്ക് ചാനലിന് ഞാൻ എന്തുകൊണ്ടാണ് ഈ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിനൊരു കാരണമുണ്ട്. കാരണം കരിക്ക് പോലെ ഒരു എപ്പിസോഡ് വൈസ് ഒരു ചാനൽ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ്, അത് മീൻസ് ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ലേഡീസ് ആയിരിക്കാം. ഇതുപോലെ ക്രിയേറ്റീവായിട്ടൊരു കൺസെപ്റ്റ് കരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റിൽ അവരുടെ പ്രസൻറ്റേഷൻ ഭയങ്കര അട്രാക്റ്റീവാണ്, കണ്ടിരിക്കാൻ തോന്നും. അത്യാവശ്യം കോമഡി ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരുടെ ഓരോ വീഡിയോയും അവസാനിക്കുന്നിടത്ത് അവർ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു പോയിന്റും കൂടി ഇട്ട് തന്നിട്ടാണ് പോകാറുള്ളത്. ഒരു എപ്പിസോഡ് വൈസ് കൊണ്ടുപോകാറുണ്ട്. അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷ. 2, ഇതുപോലെയുള്ള സീരീസ് നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാണുന്നത്. പക്ഷെ നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലും പുറത്തുള്ള സായി കുമാറിൻ്റെ ചാനലുകളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെറൈറ്റി കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിന് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടീം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദ്യാർത്ഥികളാകാം, ആർക്കും ഇപ്പോൾ ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ക്യാമറയും മൈക്കും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഭയങ്കര മോടി കൂടിയതാവണം എന്നൊന്നുമില്ല. ഇന്ന് ടിക്ടോക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതും എല്ലാം മോടി കൂടിയതല്ല, പക്ഷെ അതിനൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊന്നും ചോദ്യമില്ല. നിങ്ങളൊരു ടീമാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റോ ഡെവലപ്പ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. കരിക്ക് പോലെയുള്ള ഒരു ചാനലിന് ഒരു ടീം ഉണ്ടാവാം, അവർക്ക് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവാം. നമുക്കും അത് സാധിക്കത്തില്ല എന്നല്ല, നിങ്ങളും തീർച്ചയായിട്ടും ശ്രമിക്കുക, നിങ്ങളുടേതായ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കരിക്കിനാണ് 2ാമത്തെ സ്ഥാനം നൽകിയിരിക്കുന്നത്. കരിക്കും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺസെപ്റ്റുകളിലുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. കാറ്റഗറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനും അഭിനന്ദനങ്ങൾ, കരിക്ക് ടീമിനും അഭിനന്ദനങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് 1ാം സ്ഥാനം ആർക്കായിരിക്കും എന്നുള്ളതാണ്. 1ാം സ്ഥാനം ഇതിനു മുമ്പ് കുറേ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതിലും
ക്രിയേറ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ എളുപ്പം കയറി വരുമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിരുന്ന ഒരു ചാനലുകളിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. എംഫോടെക് തന്നെയാണ് ഇത്തവണയും 1-ാം സ്ഥാനത്തുള്ളത്. എംഫോടെക് 10 ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആർട്ടിക്കിൾ, ഒരുപാട് ജനങ്ങൾ സ്വീകരിച്ചു. ഇത്രയും ക്രിയേറ്റീവായിട്ടൊരു കണ്ടന്റ് എങ്ങനെ എംഫോടെക്കിന് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെയും ഫിറോസ് ചുറ്റിപ്പാറയുടെ കാര്യം പറഞ്ഞ പോലെ, കരിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ, എംഫോടെക്കിൽ ജിയോ ജോസഫും മനസ്സിലാക്കിയത് US-ലൊക്കെയുള്ള ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷെ പലരും എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്, അതേ കണ്ടന്റ് അതേ ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തു കേരളത്തിൽ ഇരുന്നു കൊണ്ട്. പക്ഷെ ജിയോ ജോസഫ് നേരെ തിരിച്ചു ചിന്തിച്ചു. അതേ കണ്ടന്റ് ജിയോ ജോസഫ് മലയാളം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തു. മലയാളം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ അത് സ്വീകരിച്ചു ജനങ്ങൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിൽ നിന്നിരുന്ന് അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ ഒരു കാരണവശാലും യൂട്യൂബ് ആദ്യം അത് US-ലേക്ക് സെർച്ചിലേക്ക് വിടത്തില്ല. അതുകൊണ്ട് പുറത്തുള്ള കണ്ടന്റുകൾ കണ്ടുകൊണ്ട് അതേ കണ്ടന്റ് ഇവിടെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്താൽ ആദ്യം അത് മലയാളികളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യുള്ളൂ. അത് യൂട്യൂബിന്റെ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഗൂഗിളിന്റെ സിസ്റ്റം അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സ്ഥലത്തു നിന്നും അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് അവിടുത്തെ റീജിയണൽ ആളുകളിലേക്കാണ് അത് ആദ്യം യൂട്യൂബ് സെർവ് ചെയ്യുക. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ജിയോ ജോസഫിന്റെ ചാനലിൽ ജിയോ ജോസഫ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയിൽ മലയാളത്തിൽ തൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ആ ചാനൽ ശ്രമിച്ചു. അത് നല്ല സക്സസിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നും സക്സസ് ആയി മുന്നോട്ട് പോകുന്നു. 10 ലക്ഷം സബ്സ്ക്രൈബർ ആയി എന്നുള്ളത് ക്രിയേറ്റേഴ്സിന്റെ ഇടയിലും യൂട്യൂബേഴ്സിന്റെ ഇടയിലും ഒക്കെ അദ്ദേഹം ഒരു അഭിമാനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചാനലാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ജിയോ ജോസഫിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. നിങ്ങളും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാം. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റ് യൂട്യൂബ് പഠിപ്പിക്കുന്ന ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് തനിയെ പഠിക്കാവുന്നതാണ്. പക്ഷേ യൂട്യൂബ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങളൊരു കരിയറിലേക്ക് മുന്നിട്ടിറങ്ങുകയാണ്, അതൊരു സൈഡ് ഇൻകം ആയിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് ഒരു കൺസെപ്റ്റായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ആ ചാനൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സക്സസ്സിൽ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ വന്ന് പഠിക്കുക എന്ന് പറയുന്നത്. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി ടെക് സവാരി സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ. സുബൈർ.